നമുക്കറിയാം ഗൂഗിൾ ഡ്രൈവിൽ 15 GB സ്റ്റോറേജ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത്. അതിൻ്റേതായ രീതിയിൽ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഒരു ഡാറ്റകളും ഒരിക്കലും നഷ്ടപ്പെടില്ല. ഈവൻ കോണ്ടാക്റ്റ് നമ്പറിലുള്ള എല്ലാ കോണ്ടാക്റ്റുകൾ പോലും നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. തിരിച്ച് എല്ലാ നമ്പറുകളും നമുക്ക് തിരിച്ചെടുക്കാം. എങ്ങനെ കോണ്ടാക്റ്റ് നമ്പറുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസുകൾ വീഡിയോസുകൾ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്തത് നമുക്കെങ്ങനെ തിരിച്ചെടുക്കാം, അതിൽ നമ്മൾ വീഡിയോസുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എങ്ങനെ വലിയ വലിയ വീഡിയോസുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കും, അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാലോ മൊബൈൽ ഡാമേജ് ആയാലോ ഒരിക്കലും തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു ഡാറ്റകളും നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. നമ്മൾ പുതിയ മൊബൈൽ വാങ്ങിയാൽ അല്ലെങ്കിൽ മൊബൈൽ ചേഞ്ച് ആക്കുന്ന സമയത്ത് ഇതേ മെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഞങ്ങളുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു നെയിം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഫോൺ കോണ്ടാക്റ്റുകളൊക്കെ എങ്ങനെ ഗൂഗിൾ ഡ്രൈവിൽ ആഡ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആ ഒരു കോൾ ചെയ്യുന്ന ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസുകളുണ്ട്. അതിൽ കോണ്ടാക്റ്റ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്പർ മാത്രമാണ്, ഒരാളുടെ പേര് മാത്രമാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്റ്റഡ് ആവും. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ ഓൾ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓൾ എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ഒറ്റയടിക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഷെയർ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ VC കാർഡ് ഫയൽ VCF എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ ഗൂഗിൾ ഡ്രൈവാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷനിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണ് എന്ന് നിങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തുക. ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ മൈ ഡ്രൈവ് എന്ന ഭാഗത്ത് ഒരു ഏരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതൊരു ഫോൾഡറിലേക്ക്, അതായത് കോണ്ടാക്റ്റ് ഫോൾഡറിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനാണിത്. മൈ ഡ്രൈവ് എന്ന ഭാഗം നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ വരും. ഏറ്റവും മുകളിൽ ഒരു ഫോൾഡറിൻ്റെ ചിഹ്നവും അവിടെ പ്ലസ് ഐക്കണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റീനെയിം കൊടുക്കാം. റീനെയിം നമ്മളിവിടെ കോണ്ടാക്റ്റ് എന്ന് തന്നെയാണ് എഴുതുന്നത്. ഞാനിവിടെ കോണ്ടാക്റ്റ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കോണ്ടാക്റ്റ് എന്നൊരു ഫോൾഡർ ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ കോണ്ടാക്റ്റ് ലിസ്റ്റൊന്നും വന്നിട്ടില്ല, ഞാൻ എക്സ്പോർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ സെലക്ട് എന്ന് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ആ ഒരു ഫോൾഡറിൻ്റെ പേര് കോണ്ടാക്റ്റ് എന്ന് മാറിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ഇവിടെ സേവ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ഒരു നമ്പർ കോണ്ടാക്റ്റ് എന്ന ആ ഒരു ഫോൾഡറിലേക്ക് സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വന്നിട്ട് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു ഫോൾഡർ, കോണ്ടാക്റ്റിൻ്റെ ഒരു പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ട്. നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, അതായത് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് നിങ്ങൾ ഇവിടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ലിസ്റ്റ് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോണ്ടാക്റ്റ് എന്ന ഓപ്ഷൻ കാണും. ജസ്റ്റ് ആ ഒരു കോണ്ടാക്റ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളിവിടെ ജസ്റ്റ് വൺസ് കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള പേരും അതിൽ എത്ര നമ്പറുണ്ട് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇമ്പോർട്ട് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ഇമ്പോർട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമുക്ക് തിരികെ ഫോൺ സ്റ്റോറേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫോൺ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് താഴെ ഇമ്പോർട്ട് എന്ന ഭാഗം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നേരെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്നും നമ്മുടെ ഫോൺ കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക്
ഈ ഒരു കോൺടാക്റ്റ് വേണ്ട, ഗൂഗിൾ ഡ്രൈവിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഈ ഫോൾഡറും നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റിമൂവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇനി ഫോട്ടോസുകൾ, വീഡിയോസുകൾ അതൊക്കെ ഒരുപാട് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക അതും ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ന്യൂ എന്ന് എഴുതിയിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ, വീഡിയോസുകൾ ഇവിടെ അപ്ലോഡ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫോട്ടോസുകൾ, വീഡിയോസുകളൊക്കെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ ഓപ്ഷനിലേക്ക് ഇത് അപ്ലോഡായി വരുന്നതായിരിക്കും. ഓക്കെ, ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ ഇതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് എന്തിനാണ് വിശദമായിട്ട് കാണിച്ചു തരുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു വലിയൊരു സിനിമ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് സുഹൃത്തുക്കൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് മാത്രം സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് വാട്സാപ്പിലൂടെ തന്നെ ഡയറക്റ്റ് കാണാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത് ചെയ്യാതെ നിങ്ങൾ വെറും ലിങ്ക് കോപ്പി ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു വീഡിയോ, ഈ വീഡിയോയുടെ മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ മാനേജ് ആക്സസ് എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്നായിരിക്കും ഉണ്ടാകുക. അത് നമുക്കൊന്ന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ താഴെ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ റെസ്ട്രിക്റ്റഡ് നിങ്ങൾ മാറ്റണം. ഇവിടെ ചേഞ്ച് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്ന ആ ഒരു ഏരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനി വൺ വിത്ത് ദ ലിങ്ക് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീവർ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇനി ഈ ഭാഗത്ത് വീവർ എന്ന് കാണുന്നില്ല എങ്കിൽ ഈ ഒരു ഏരോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ 1-2 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. അതിൽ വീവർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ വീവർ എന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ലിങ്ക് കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് മുകളിൽ കാണാം. ഈ ഭാഗത്തായിട്ട് ലിങ്ക് ഒരു കോപ്പി ചെയ്യുന്ന ഒരു ഓപ്ഷൻ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ലിങ്ക് ഇപ്പോൾ ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി നേരെ ഈ ഒരു ലിങ്ക് മാത്രം നിങ്ങൾ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലഭിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ, അതെത്ര വലിയ വീഡിയോ ആണെങ്കിലും അവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് നമുക്കൊന്ന് സെൻഡ് ചെയ്തിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി, നിങ്ങളുടെ മൊബൈലിലുള്ള ഏത് മെയിൽ ഐ ഡി ആണെങ്കിലും അത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ആകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതായത് ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി, ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പേ ചെയ്ത ആ ഒരു സെറ്റിങ്സ്, ആ ഒരു റെസ്ട്രിക്റ്റഡ് മോഡ് നമ്മൾ മാറ്റിയിട്ട് വീവർ ആക്കിയത് കൊണ്ടാണ് ആ ലിങ്ക് ലഭിക്കുന്നവർക്ക് ഇത് കാണാൻ സാധിച്ചത്. ഇനി അതിന് പുറമെ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത ഫോട്ടോസുകൾ, വീഡിയോസുകൾ അത് നമ്മുടെ മെയിൽ ഐ ഡിയിലാണല്ലോ ഇത് കിടക്കുന്നത്. പക്ഷേ അത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായം ആവശ്യമുണ്ട്. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെ സഹായം ഇല്ലാതെ നമുക്കിത് പ്ലേ ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്കിപ്പോൾ ഒരു വീഡിയോ ആണ് പ്ലേ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ആ ഒരു 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മേഡ് അവൈലബിൾ ഓഫ്ലൈൻ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ആ ഒരു ടിക്ക് മാർക്കിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഒരു വീഡിയോ ഓഫ്ലൈൻ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ആകുന്നതായിരിക്കും. കാരണം ഇത് ഓഫ്ലൈൻ മോഡിലേക്ക് നമ്മൾ മാറ്റിയത് കൊണ്ട്.
അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് ഓഫ്ലൈനിൽ നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ഒഴിവായി കൊടുത്താൽ മതി. ഓഫ്ലൈനിൽ നിന്നും ഓൺലൈൻ മോഡിലേക്ക് ഇത് മാറുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതിലേക്ക് ഫോട്ടോസുകൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓഫിലാണ് ഉള്ളത്. നിങ്ങളുടെ മൊബൈൽ ഇത് ഓണിലാണെങ്കിൽ വൈഫൈ കണക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ, ഇനി നിങ്ങളുടെ മൊബൈൽ ഡാറ്റയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നവർക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങളുടെ ആ ഒരു ഡാറ്റകൾ ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൂഗിൾ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ അറിവിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗൂഗിൾ ഡ്രൈവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അറിഞ്ഞതാണെങ്കിലും അറിയാത്തതാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.